പ്രഭേ, നിങ്ങൾ ഇന്നും പോന്നില്ലേ? ഇനി കല്യാണത്തിന് 10 ദിവസമേ ഉള്ളൂ. സൂര്യേട്ടാ, ഇന്ന് വൈകുന്നതിന് മുമ്പ് അവിടെ എത്തും. അനന്തനും അനിയും ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല. ഞാനും മോളും വരുന്നുണ്ട്. അവന് കുറച്ചുകൂടി തിരക്കുണ്ടത്രേ. അതെല്ലാം തീർത്ത് വരാമെന്ന്. ഞാൻ ഡ്രൈവറെ അയക്കണോ പ്രഭേ? അതൊന്നും വേണ്ട ഏട്ടാ. ഇവിടെ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട്. അനന്തന് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദൂരം കൂടുതലാണ്. ഇരുട്ടിന് മുന്നേ വരാൻ നോക്കൂ. ആ ശരി ഏട്ടാ. സൂര്യവർമ്മയാണ്. പ്രഭയെ കാണാഞ്ഞിട്ടുള്ള വിളിയാണ്. ഈ സമയം ജോഗിങ് കഴിഞ്ഞ് ഹാളിൽ ഇരിക്കുകയാണ് ആദി. തൊട്ടപ്പുറം ജിത്തുവും ഉണ്ട്. ആദി അച്ഛനോട് ചുണ്ടനക്കിക്കൊണ്ട് എന്തോ പറയുന്നുണ്ട്. വെയിറ്റ്. അയാളും കണ്ണ് ചിമ്മി അവനോട് ചുണ്ടനക്കി. ചിത്ര, ആ ഫ്രിഡ്ജിലുള്ളതെല്ലാം നീ കൊണ്ടുപോയിക്കോ. നീയും മോനും കൂടെ വന്ന് 4 ദിവസം കൂടുമ്പോൾ വീട് തുടച്ച് വൃത്തിയാക്കിയിട്. ലക്ഷ്മി തറവാട്ടിലേക്ക് പോകാനുള്ള ഉത്സാഹത്തോടെ ഓരോ കാര്യങ്ങൾ ജോലിക്കാരിയോട് ഏൽപ്പിക്കുകയാണ്. ആദി ദയനീയമായി അച്ഛനെ നോക്കി. ലച്ചു, കണ്ണൻ 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന്. അവൻ്റെ പുതിയ പ്രൊജക്റ്റിന് ഒരു കറക്ഷൻ വന്നു എന്ന്. അവൻ്റെ കൂടെയുള്ള കുട്ടി 7-8 ദിവസത്തിന് ലീവ് എടുത്തു ഇന്നലെ മുതൽ. ജിത്തു ചെറിയൊരു ഭയത്തോടെ ആദിയെയും ലച്ചുവിനെയും നോക്കി പറയുകയാണ്. എന്ത് വേണമെങ്കിലും ചെയ്യൂ, ഞാൻ നാളെ പോകും, അത്ര തന്നെ. അയ്യോ പിണങ്ങല്ലേ എൻ്റെ പെണ്ണെ. ജിത്തു ലച്ചുവിനെ പിന്നിലൂടെ ചേർത്തു പിടിച്ചു. ലച്ചൊന്ന് ഞെട്ടി ആദിയെ നോക്കി. അവൻ കാണാത്ത പോലെ കയ്യിലെ ഫോണിലേക്ക് വേഗം നോട്ടം മാറ്റി. പോ മനുഷ്യ, കുഞ്ഞടുത്തുള്ളപ്പോഴാ. പിന്നെ എൻ്റെ പെണ്ണിനെ പിടിക്കാൻ ഞാൻ ആരെ പേടിക്കാനാ? ചിത്ര ഈ രംഗം കണ്ട് വേഗം അടുക്കളയിലേക്ക് മറിഞ്ഞു. എൻ്റെ ലച്ചുട്ടി എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാകും. ജിത്തു ആദിയെ ഒന്ന് നോക്കി. തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അയാൾ ലച്ചുവിൻ്റെ ചെവിയിലൊന്ന് കടിച്ചു വിട്ടു. ലച്ചു വീണ്ടും ഞെട്ടി. അയാളെ ബാക്കിലേക്ക് ഒന്ന് തള്ളി വേഗം അവിടെ നിന്ന് പോയി. ആദിക്ക് ഇതൊന്നും പുതിയതല്ല. ഒളിഞ്ഞും തെളിഞ്ഞും അച്ഛൻ്റെ ഈ പ്രകടനം അവൻ ചെറുപ്പം മുതലേ കാണുന്നതാണ്. കണ്ടുകണ്ട് അവൻ്റെ കണ്ണിന് ഇതൊന്നും പുത്തരിയല്ല. അപ്പോൾ നീ പറഞ്ഞത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതിൽ നീയും എഗ്രി അല്ലേ? എന്ത് എഗ്രി? അച്ഛൻ വെറുതെ ചെയറിലിരിക്കലല്ലേ പണി? എന്നെ കിടന്ന് ഓടിക്കലല്ലേ ഓരോ പ്രൊജക്റ്റ് കിട്ടുമ്പോഴും? അവൻ അയാളെ നോക്കി ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു. നീ പോടാ, നിന്റെ പ്രായമാണോ എനിക്ക്? ഓ, അധികം പറയാതെ ഞാൻ ഏറ്റു എല്ലാം. കുറച്ച് ദിവസം വിശ്രമിക്കൂ. മുത്തിയും മുത്തശ്ശനും മോനെയും മോളെയും കാത്ത് കണ്ണിലെണ്ണയൊഴിച്ചിരിപ്പുണ്ടാകും. മച്ചിലോത്തും 4-ാം കുന്നത്തും. അവൻ അച്ഛൻ്റെ കവിളിലൊന്ന് തട്ടി സ്റ്റെപ്പ് കയറിപ്പോയി. ജിത്തു എഴുന്നേറ്റ് ലച്ചു പോയി വഴിയേ പോയി. പ്രഭാമയും ഗൗരിയും രാവിലെ 10-നു തന്നെ ഇറങ്ങിയതാണ്. കോട്ടയത്ത് നിന്ന് ചെറുപ്ലശ്ശേരി എത്തണം. ട്രാഫിക് കഴിഞ്ഞ് ഇവർ എത്തുമ്പോഴേക്കും വൈകിട്ട് 4 മണി കഴിയും. ഡ്രൈവറെ കൂട്ടി പറഞ്ഞു വിട്ടതാണ് അനന്തൻ. അനന്തൻക്ക് അർജൻറ്റ് വർക്കുണ്ട്. അവിടെ പോയി തിരിച്ചു വരാനുള്ള സമയവും അയാൾക്കില്ലായിരുന്നു. ഗൗരി വളരെ ഉത്സാഹത്തിലാണ്. അച്ചമ്മയുടെ അവിടുത്തെ വിശേഷം കല്യാണം പറയാൻ സൂര്യവർമ്മ വന്ന അന്നു മുതൽ തുടങ്ങിയതാണ്. അച്ചമ്മയും കൊച്ചുമോളും 4-ാം കുന്നത്ത് എത്തിയപ്പോഴേക്കും 5 മണിയോട് അടുത്തിരുന്നു. ഇരുവർക്കും നല്ല യാത്രാ ക്ഷീണമുണ്ട്. വഴിയിൽ ഇറങ്ങി ഉച്ചഭക്ഷണം കഴിച്ച് അവർ വീണ്ടും യാത്ര തുടങ്ങിയത്. ഗൗരി ഊണ് കഴിച്ച് ഉറങ്ങിയതാണ്. പിന്നെ ഉണർന്നത് തറവാട്ടിലെത്തിയ ശേഷം. ഉറക്കച്ചടവോടെ ഗൗരി കാർ തുറന്നിറങ്ങി. കൂടെ പ്രഭാമയും. മുറ്റത്ത് കാർ വന്ന ശബ്ദം കേട്ടതും വീടിൻ്റെ ഉള്ളിൽ നിന്നും ഓരോരുത്തരായി പുറത്തേക്ക് വന്നു തുടങ്ങി. യശോദാമ്മ പ്രഭാമയെ ചേർത്തു പിടിച്ചു. വാ മോളെ. രാധിക ഗൗരിയെയും ചേർത്തു പിടിച്ചു. ഡ്രൈവർ അവരുടെ 2 ട്രോളി ബാഗ് ഹാളിലേക്ക് വെച്ചു. ആ പ്രഭ വന്നോ? ഞാനൊന്ന് കുളിക്കാൻ കയറി. എന്തൊരു ചൂടാണ്. മഴയില്ലെങ്കിൽ പിന്നെ ഉഷ്ണം കൂടുതലാ. സൂര്യവർമ്മ നനഞ്ഞ് തോർത്ത് പുതച്ച് അവരുടെ അടുത്തേക്ക് വന്നു. ഗൗരി എല്ലാവരെയും ഒന്ന് നോക്കി. സൂര്യേട്ടാ, ഡ്രൈവറുണ്ട് കൂടെ. അവന് ഇനി തിരിച്ചു പോകാൻ ഒക്കില്ല. ഇത്രയും ദൂരം ഒരേ ഇരിപ്പിൽ വണ്ടി ഓടിച്ചതല്ലേ. അവനൊന്ന് കുളിക്കാനുള്ളത് ഏർപ്പാടാക്കൂ. സുഗുണ അവരെ കൂട്ടിക്കൊണ്ടുപോ. സൂര്യവർമ്മ പുറത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. കുട്ടികളെവിടെ രാധു? അച്ഛാ, അവർ കല്യാണത്തിൻ്റെ ഒരുക്കത്തിൻ്റെ കാര്യത്തിനായി ഗിരിയുടെ കൂടെ ടൗണിൽ പോയതാ. മോള് വാ, മുത്തശ്ശൻ കാണട്ടെ കുട്ടിയെ. ഞങ്ങൾ ക്ഷണിക്കാൻ വന്നപ്പോൾ മോളെ കണ്ടില്ല. ഇവിടെ ബോറടിക്കില്ല കേട്ടോ. നിന്നെപ്പോലെ പെൺപിള്ളേരാ കൂടുതൽ ഇവിടെ. ആൺതരി 2 ഉള്ളൂ. എല്ലാരെയും കാണാം. 4-5 മണിക്കൂർ യാത്ര ചെയ്ത് വന്നതല്ലേ. ഒന്ന് കുളിച്ച് വേഷം മാറിയൊക്കെ വരൂ. അപ്പോഴേക്കും അടുക്കളക്കാരി ലീല ജ്യൂസുമായി വന്നിരുന്നു. അവർക്കായി താഴത്തെ മുറി ഒരുക്കിയിരുന്നു. അതിലേക്ക് സുഗുണൻ തന്നെ ബാഗ് കൊണ്ടുവച്ചു. ഗൗരി റൂമിലേക്ക് കയറിയതും ബെഡിലേക്ക് കിടന്നു. നന്ദുട്ടി, പ്രഭാമ അവളെ ഒന്ന് വിളിച്ചു. അച്ചമ്മ ഫ്രഷായി വാ, അതുവരെ ഞാനൊന്ന് ഉറങ്ങട്ടെ. അവൾ അങ്ങനെ കിടന്ന് കണ്ണടച്ചു. പ്രഭാമ ബാത്റൂമിലേക്ക് കയറി. രാധു അപ്പച്ചി. മാളു കാറിൽ നിന്ന് ഇറങ്ങി ചാടിത്തുള്ളി തറവാട്ടിലേക്ക് കയറി. കൂടെ ഭാനുവും.
രവിയും സരസ്വതി അമ്മയുമുണ്ട്. പ്രഭാമ എത്തിയ വിവരം മച്ചിലോടത്ത് അറിഞ്ഞിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഇറങ്ങിയതാണ്. നേരം സന്ധ്യയോട് അടുത്തിരുന്നു. ഗൗരി കുളി കഴിഞ്ഞ് തലയിലെ തോർത്ത് ചുറ്റിയിട്ടുണ്ട്. ധാവണിശീല മാറിയിലേക്കിട്ട് പിൻ ചെയ്തു. അച്ചമ്മയുടെ ഓർഡറായിരുന്നു ഇവിടുന്ന് പോവോളം ധാവണി ഉടുക്കാവൂ എന്ന്. അതിനായി തന്നെ ഒരുപാടെണ്ണം പുതിയത് അച്ചമ്മ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പ്രഭാമ വലിയ സംസാരത്തിലാണ്. ഇത്രയും വർഷം കാണാത്തതിൻ്റെ പരിഭവവും പറച്ചിലും എല്ലാമുണ്ട്. രാധിക യശോദാമ്മയുടെ ആങ്ങളയുടെ മകളാണ്. യശോദാമ്മ ഇവരുടെ എല്ലാം ഒരു അകന്ന ബന്ധത്തിൽ തന്നെയുള്ളതാണ്. പ്രഭാമയുടെയും സരസ്വതി അമ്മയുടെയും കളി കൂട്ടുകാരി കൂടിയാണ്. പ്രഭാമ ഭാനുവിനെ അടുത്തു തന്നെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. മാളു തൊട്ടപ്പുറം ഇവരുടെ സംസാരം കേട്ടിരിക്കുന്നുണ്ട്. വാ മോളെ, നിന്നെ പോലെ തന്നെയാണ് എൻ്റെ കൊച്ചുമോള്. അതാ അവിടെ റൂമിലുണ്ട്. കുളി കഴിഞ്ഞു കാണും. പ്രഭാമ പറയേണ്ട താമസം മാളു അങ്ങോട്ടേക്ക് ധൃതിയിൽ പോയി. ചാരിക്കിടന്നിരുന്ന ഡോറ് മെല്ലെ തുറന്ന് തലയുള്ളിലേക്കിട്ടു. ഡോറിൻ്റെ ശബ്ദം കേട്ടതും ഗൗരി ധാവണി ശീല പിൻ ചെയ്ത് ശരിയാക്കി അങ്ങോട്ട് നോക്കി. ഗൗരി ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഞാൻ അകത്തോട്ട് വരട്ടെ, മുന്നിലുള്ളവൾക്ക് ഇഷ്ടമാകില്ലേ എന്നൊരു ശങ്കയോടെ മാളു ഒന്ന് നിർത്തി ചോദിച്ചു. ഗൗരി നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു. വാ, എന്തിനാ സമ്മതം ചോദിക്കണേ? അവളുടെ നിഷ്കളങ്കമായ സംസാരം കേട്ടതും മാളു പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അവളുടെ അടുത്തേക്ക് വന്നു. ഹായ്, ഞാൻ മാളവിക. മാളു എന്ന് വിളിച്ചോ? അവൾ നന്നായി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഗൗരി നന്ദ. ഗൗരി എന്ന് വിളിച്ചോ? ഗൗരിയും അവൾ പറഞ്ഞ അതേ ട്യൂണിൽ തന്നെ പറഞ്ഞു. ഇരുവരും പെട്ടെന്ന് തന്നെ കൂട്ടായി. എല്ലാവരും കൂടെ ചായയും പലഹാരവും കഴിച്ചിരിക്കുമ്പോഴാണ് ഗിരിയും കൂട്ടരും വരുന്നത്. മൂന്നാളുടെയും കയ്യിൽ 3-4 ഷോപ്പിംഗ് കവറുകളുണ്ട്. ഡൈനിങ് ടേബിൾ കഴിച്ചു കൊണ്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് വന്നു മൂവരും. കാണാത്ത 2 മുഖങ്ങളിലേക്കാണ് ഗംഗയുടെയും ഗായത്രിയുടെയും നോട്ടമെങ്കിൽ ഗിരിയുടെ നോട്ടം മാളുവിലേക്കാണ്. അവൾ അതൊന്നും അറിയുന്നില്ല. ഗൗരിയുമായി വലിയ ചർച്ചയിലാണ്. എപ്പോൾ എത്തി എല്ലാവരും? ഗംഗയാണ് ചോദിച്ചത്. പ്രഭാമയും മോളും വൈകിട്ടെത്തി. ഞങ്ങൾ സന്ധ്യയോട് അടുത്തിരുന്നു. ഭാനുവാണ് മറുപടി പറഞ്ഞത്. വരൂ മക്കളെ, കഴിക്കാനിരിക്കൂ. പ്രഭാമ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവരെ ക്ഷണിച്ചു. കുട്ടികളുടെ പട ഒരു സൈഡിൽ കൂടി, മുതിർന്നവർ മറ്റൊരു സൈഡിലും. കണ്ണേട്ടൻ്റെ കുറവുണ്ട് അല്ലേ അഗിരിയേട്ട? മാളുവാണ്. ആ, അവൻ ഇനിയും 2 ദിവസം വൈകുമെന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത്. വല്യമ്മ നാളെ എത്തും. ഗൗരി, വല്യമ്മയ്ക്ക് 2 പെൺകുട്ടികളുണ്ട്. അവർ വന്നാൽ അമ്മമാരുടെ കൂടെയാണ് കൂട്ട്. കൂടെയുള്ള പൊടികളാണ് ഞങ്ങളുടെ കൂടെ. 4 എണ്ണം ഉണ്ട്. എല്ലാവരെയും വന്നിട്ട് പരിചയപ്പെടാം. ഞാൻ ഗിരിവർമ്മ, ഈ 2 പെൺപടയുടെ ഏട്ടനാണ്. ഗിരി സ്വയം പരിചയപ്പെടുത്തി. ഇത് ഗംഗേച്ചി, ടീച്ചറാണ്. ഗംഗേച്ചിയുടെ ചെക്കനും ടീച്ചറാണ്. ചേച്ചിയെ കണ്ട് മോഹിച്ച് ചോദിച്ചു വന്നതാ. മാളു തന്നെ ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തുകയാണ്. പോ അവിടുന്ന്, എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഗായത്രി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ പേര് ഗായത്രി. എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കും. BCom കഴിഞ്ഞു, പിന്നെ പഠിച്ചില്ല. മുത്തശ്ശൻ്റെ ഇവിടെയുള്ള ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ഗൗരിക്ക് എന്തോ പോലെ തോന്നി. ഗംഗയ്ക്കും മാളുവിനും ഗൗരിക്കും അത് മനസ്സിലായിരുന്നു. പിന്നെ അവർ ഒന്നും പറയാൻ നിന്നില്ല. ഗായത്രിക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ്. അതെല്ലാവർക്കും അറിയുന്നതുമാണ്. ചെറുപ്പത്തിൽ യശോദാമ്മയും രാധികയും എല്ലാം തിരുത്താൻ ശ്രമിച്ചതാണ്. സാധിക്കില്ല എന്ന് തോന്നിയതും അവരും പിന്നെ അത് ശ്രദ്ധിക്കാതെ ആയി. ഗൗരിയുടെ സൗന്ദര്യത്തിൽ ഗായത്രിക്ക് അല്പം അസൂയ തോന്നി തുടങ്ങിയിരുന്നു. ഇതുവരെ മാളുവിനോടായിരുന്നു.